എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ജാനകിയുടെ അബിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജാനകിയുടെ അമ്മയെ ഇപ്പൊ കാണുന്നു. പക്ഷേങ്കിൽ ഇതുവരെ ആയിട്ടും കാണിച്ചിട്ടില്ല. അങ്ങനെ എന്താണെങ്കിലും അധികം വൈകാതെ തന്നെ ജാനകിയുടെ അമ്മയെ കണ്ടെത്തുവാണ്. ഇത്ര നാളത്തെ ജാനകിയുടെ കഷ്ടപ്പാടിനൊരു ബലം ഉണ്ടാകാൻ പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നാളത്തെയൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോണേ. ഇന്ന് തന്നെ നമ്മൾ കണ്ടു അവസാനം ആ കുട്ടിക്കാനത്തുള്ള ബ്രഹ്മാനന്ദാശ്രമത്തിലേക്ക് ജാനകി വരിക. അവിടെ വന്നപ്പോൾ ജാനകിക്ക് ഒരാഗ്രഹം മാത്രം ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും തനിക്ക് തന്റെ അമ്മയൊന്ന് കണ്ടെത്തണം. ഒരുപക്ഷെ ദേവി തന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. ദേവിയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം തനിക്ക് കുറച്ച് ചുമന്ന പൂക്കൾ കിട്ടി. ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു മനസ്സിൽ. ദേവി അപ്പം ചതിക്കില്ല, തൻ്റെ അമ്മയെ തനിക്ക് കണ്ടെത്തി തരും എന്നൊരു ചിന്തയോട് കൂടിയിട്ട് അങ്ങനെ അങ്ങോട്ടേക്ക് പോണ സമയത്ത് കൂടെ ഉള്ളായിരുന്ന ആ സ്വാമിനി പറഞ്ഞു, അതെ ഇനി ഇവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം മാത്രം സ്വാമിജിയെ കാണാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. ഇത് കേട്ടപ്പം പിന്നെ ഒന്നും നോക്കാനില്ലായിരുന്നു. പ്രാർത്ഥനയെങ്കിൽ പ്രാർത്ഥന. ഒരുപക്ഷെ ആ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ആ പ്രാർത്ഥന ഹാളിലെങ്ങാനും ഇനിയിപ്പോൾ തനിക്ക് തൻ്റെ അമ്മയെ കണ്ടെത്താൻ പറ്റുമോ, അങ്ങനെ ഒരു ചിന്ത ജാനകിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ജാനകി എന്തുവാണ് ആ പ്രാർത്ഥന നടക്കുന്ന ഹാളിലേക്ക് പോവാണ്. അപ്പോഴേക്കുമാണ് അവിടുത്തെ സ്വാമിജി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഒന്ന് നോക്കി ഭയങ്കര ഐശ്വര്യമുള്ളൊരു മുഖമാണ്. അങ്ങനെ അവിടെ പ്രാർത്ഥനയൊക്കെ തുടങ്ങി. ഈ സമയം ജാനകിയും അവരുടെ ഇടയ്ക്കിൽ ഒരാളായിട്ട് പോയി ഇരിക്കുകയാണ്. അങ്ങനെ പോയിരുന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയത്ത് ജാനകിയുടെ കണ്ണുകൾ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ പരതുവാണ്. തൻ്റെ അമ്മ എവിടെയെങ്കിലും ഉണ്ടോ, തനിത്തരായിട്ടും കണ്ടിട്ടില്ല. പക്ഷേങ്കിൽ ഒരിത് വെച്ച് തനിക്ക് കണ്ടെത്താൻ പറ്റിയിരിക്കും. ആ ഫോട്ടോയിൽ ഇത് വെച്ച് കണ്ടെത്താൻ പറ്റിയിരിക്കും, നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ അവിടെയൊക്കെ നോക്കിയിട്ട് അവിടെ ഒന്നും കാണാൻ പറ്റിയില്ല. ജാനകിക്ക് ആകെപ്പാടെ വിഷമായി. ആ ഫോട്ടോയിൽ ഒരു മുഖം മാത്രമാണ്, അത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പുള്ള ഫോട്ടോ അല്ലേ. അപ്പം ആ ഒരു രൂപമാണ് ജാനകിയുടെ മനസ്സിലുണ്ടായിരുന്നത്. ജാനകിയുടെ പ്രതീക്ഷകളെല്ലാം നശിച്ചു. അങ്ങനെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് പോയിട്ടും ജാനകിക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പോലും തോന്നിയില്ല. വല്ലാത്തൊരവസ്ഥയായി പോയി ജാനകി. ഈ സമയം സ്വാമിജി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്വാമിജിയെ പോയി കണ്ടാലും തനിക്ക് ഇനിയിപ്പം തന്നെ അമ്മയെ കണ്ടെത്താൻ പറ്റുമെന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് ആകെപ്പാടെ വിഷമിച്ച് അവിടെ വന്ന് നിൽക്കുകയാണ്. എന്ത് ചെയ്യണം, ഇനി എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയില്ല. ഇനിയിപ്പം സ്വാമിജിയെ കണ്ടിട്ട് കാര്യമുണ്ടോ, തൻ്റെ അമ്മയെ കണ്ടെത്താനായിട്ട് പറ്റില്ല, ഇവിടെ ഇല്ലാന്നാ തോന്നേ. അപ്പോഴേക്കാണ് നിരഞ്ജനയുടെ കോള് വരുന്നത്. നിരഞ്ജന വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ജാനിയടുത്ത് ഇത് എവിടെയാന്ന് ചോദിക്കുക. ഞാനിവിടെ ആശ്രമത്തിലുണ്ട്, അമ്മയെ കണ്ടോന്ന് ചോദിക്കുകയാണ്. ഇല്ല ഇതുവരെയായിട്ടും കണ്ടില്ല എന്ന് പറയാം. കണ്ടില്ലെന്ന് ചോദിക്കുകയാണ്. കണ്ടില്ല, ഇവിടെ വന്ന് ഞാൻ ഇവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കൂടി അവരോട് ഒപ്പം ഞാൻ പ്രാർത്ഥന കൂടുന്ന സമയത്ത് ഞാൻ അവിടെ എല്ലാം ചുറ്റും നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അമ്മ ഇവിടെ കണ്ടെത്തിയില്ലെന്ന് പറയാം. ജാനിയടുത്ത് വിഷമിക്കണ്ട, ഒരു പക്ഷെ അമ്മ പ്രാർത്ഥനയ്ക്ക് വന്നില്ലെങ്കിലോ, അമ്മ ഇനിയിപ്പോൾ മുറിയിൽ തന്നെ ഇരിക്കുവാണെന്ന് അറിയത്തില്ലോ. അങ്ങനെയാണ് ജാനിയടുത്തേക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ലേന്ന് ചോദിക്കുക. അത് കേട്ടപ്പം ജാനിക്ക് ഒരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ചുരുപ്പം അങ്ങനെയാണെങ്കിലോ, തൻ്റെ അമ്മയ്ക്ക് ഇനി വല്ല വയ്യായികയാണെങ്കിലോ, അതോ ഇനി അമ്മയ്ക്ക് വരാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് മുറിയിലിരിക്കണമെന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ശരിയായിരിക്കും. ജാനിയടുത്ത് പേടിക്കൊന്നും വേണ്ടെന്നേ, അവിടെ ഉണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ജാനിയടുത്ത് ദൈവം കൈവിടില്ല. ജാനിയടുത്ത് എന്താണുള്ള ഒരു കാര്യം ചെയ്യാം, അവിടെ ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് തിരികെ പോന്നാൽ മതി. ധൃതിപ്പെട്ട് പോരേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പൊന്നുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനിവിടെ ഉണ്ടല്ലോ, അഭിയേട്ടനും ഉണ്ട്. ആ കാര്യത്തിൽ ജാനിയടുത്തേക്ക് ഒരു പേടിയും വേണ്ടെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ജാനി പറഞ്ഞു, എനിക്കറിയാം നിരഞ്ജന നിന്റെ മനസ്സെന്താന്ന്. നീ അവിടെ ഉണ്ടെങ്കിൽ പൊന്നുവിൻ്റെ ഒരു ആശ്വാസം ആവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും എനിക്ക് പേടിയില്ല. ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ജാനിയെ കോള് കട്ട് ചെയ്യുകയാണ്. പിന്നീട് ജാനകി അവിടെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒരു സ്വാമിനി വന്നിട്ട് പറഞ്ഞു, അല്ല എന്താ ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചും പറഞ്ഞു, അതെ എനിക്കിവിടുത്തെ സ്വാമിജീനെ ഒന്ന് കാണണമെന്ന് പറയാം. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാം. ഓ മനസ്സിലായി എന്ന് പറയാണ്. ഒരു കാര്യം ചെയ്യുക, വെയിറ്റ് ചെയ്യുക, പ്രാർത്ഥനയെ കഴിഞ്ഞ് ഇത്തിരി സമയം കഴിയുമ്പോഴത്തേനും ഇങ്ങോട്ടേക്ക് വരും, അപ്പം കാണാമെന്ന് പറയാണ്. അങ്ങനെ ജാനകി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ആ സമയത്ത് നളിനി എന്ത് ചെയ്യുവാണ്, നേരെ സുമംഗലയുടെ മുറിയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സുമംഗല ആകെപ്പാടെ സമനിലയേറ്റ പോലെ അവിടെ ഇരിക്കുകയാണ്. നളിനിയെ കണ്ടതും പറഞ്ഞു, നീ വന്നോ, നിനക്ക് ഇച്ചിരി എങ്കിലും മനുഷ്യപ്പറ്റുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, ആ ഫോൺ എനിക്കൊന്ന് താ, ഞാൻ വീട്ടിലേക്ക് ഒന്ന് വിളിക്കട്ടെ എന്ന് പറയാണ്. പെട്ടെന്ന് നളിനി ചോദിച്ചു, ആരെ വിളിക്കാനായിട്ടാ? എനിക്ക് അവരെ വിളിക്കണം. ആരെ വിളിക്കണമെന്ന് പറ. അത് പിന്നെ എനിക്ക് വിളിക്കേണ്ട ആളെ പ്രഭേനെ വിളിക്കണം. ഓ പ്രഭേനെ വിളിച്ചിട്ട് എന്ത് കിട്ടാനാ, എന്തേലും കിട്ടുമോയെന്ന് ചോദിക്കണം. അന്ന് എനിക്ക് അമ്മലിനെ വിളിക്കണമെന്ന് പറയാം. ഇപ്പൊ തൽക്കാലത്തേക്ക് ആരെയും വിളിക്കണമെന്ന് പറയാം. ഒന്ന് താ നളിനി, എന്നെ ഒന്ന് വന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ പറയാനായിട്ടാ. ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അവരുടെ ഒപ്പം വിടുമല്ലോ. അതെ സുമംഗലാമ്മ ഇവിടെ കിടന്ന് വിളറി പിടിച്ചിട്ട് ഒരു കാര്യമില്ല, ആരും കൂട്ടിക്കൊണ്ട് പോകാനൊന്നും വരത്തില്ല. ഇനിയിപ്പോൾ വന്നാൽ തന്നെ ആ ജാനകി എങ്ങാനും വന്നാലായെന്ന് പറയാം. പക്ഷെ അവരെങ്ങനെ വരാനാ, അമ്മാതിരി ദ്രോഹമല്ല ജാനകിയോട് നിങ്ങൾ ചെയ്തേന്ന് ചോദിക്കുക. അത് കേട്ടപ്പോൾ സുമംഗല പറഞ്ഞു, ഞാൻ ദ്രോഹിച്ചിട്ടൊന്നും ഇല്ല ആരെയെന്ന് പറയാം. വെറുതെ കള്ളത്തരം പറയണ്ട, കുറേ വർഷങ്ങൾ അവിടെ ജോലി ചെയ്തവളാ ഈ നളിനിക്കറിയാൻ കാര്യങ്ങളൊക്കെ.
എന്നെ നളിനി, നീ കാണുന്നല്ലേ എൻ്റെ കഷ്ടപ്പാട് എന്താന്ന്. വീട്ടിലായിരുന്ന സമയത്ത് എന്ത് നല്ല സുഖത്തോടെ കഴിഞ്ഞിരുന്ന ഞാനാ. ഇപ്പം ഈ അവസ്ഥയെ കിടക്കുന്നുണ്ട്, നിനക്ക് സങ്കടം തോന്നില്ലെന്ന് ചോദിക്കാം. എന്ത് സങ്കടം? ഞാൻ അവിടെയായിരുന്ന സമയത്തെ നിങ്ങൾ എനിക്കൊരു പട്ടിയുടെ വില പോലും തന്നിട്ടില്ല. നിങ്ങൾ അമ്മാതിരി എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. അവസാനം അവിടെ നിന്ന് ഇറക്കി വിടുന്ന സമയത്ത് പാവൻ ജാനകി, അവളാണ് എൻ്റെ ആശ്രയമായിട്ട് വന്നത്. അവൾക്ക് ഒത്തിരി വിഷമമാണ് ഞാൻ അവിടുന്ന് പോണ സമയത്ത്. പക്ഷേങ്കിൽ നിങ്ങൾ ഒറ്റൊരുത്തിയാ എല്ലാത്തിനും കാരണം. ആ അപർണയുമായിട്ട് ചേർന്നിട്ട് നിങ്ങൾ എന്തൊക്കെയാ കാണിച്ചേ? അങ്ങനെ അപർണ നിങ്ങളെ കയ്യെ പിടിച്ച് പുറത്താക്കിയില്ലേ? നിങ്ങൾ കുറച്ചുകൂടെ ഇവിടെ കിടന്ന് നരകിച്ച് കഴിഞ്ഞിട്ടോ നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാണ്ട് പറ്റുള്ളൂ. അങ്ങനെ അത്ര പെട്ടെന്നൊന്നും നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ലെന്ന് പറയണം. ഇതും പറഞ്ഞ് നളിനി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം സുമംഗലാമ്മയ്ക്ക് ആ പാടെ സങ്കടവും ദേഷ്യമൊക്കെ ഒന്നും ഏക പ്രതീക്ഷയും പോയി കിട്ടി. ഫോണെങ്കിലും കിട്ടുമായിരുന്നു എന്ന് വിളിക്കായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഫോണും കിട്ടുന്നില്ല. ഇവിടെ നരകിച്ച് ചത്താൽ പോലും ആരും തിരിഞ്ഞു നോക്കുമെന്ന് തോന്നില്ല. ഇപ്പോൾ തോന്നുന്നു ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന്. ആ ജാനകിയെങ്കിലും കൂട്ടുപിടിക്കുമായിരുന്നെങ്കിൽ, അവളോടൊപ്പം നിൽക്കുമായിരുന്നെങ്കിൽ അവളെങ്കിലും തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നേനം. അവളൊരു കാരണവശാലും തന്നെ ഇങ്ങനെ കൊണ്ട് ഉപേക്ഷിക്കുമെന്ന് തോന്നില്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? പ്രഭാവതി പോലും ഇനി കൂട്ട് നിന്നല്ലോ. അല്ലെങ്കിൽ അവൾക്കെങ്കിലും പറയായിരുന്നല്ലോ, അമ്മയെ ഇവിടെ നിർത്തണ്ട, അമ്മയെ കൂട്ടിക്കൊണ്ട് പോകാന്ന്. എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള കളിയാ. ഇപ്പോഴല്ലേ ആ തമ്പിയുടെ മോളുടെ സ്വഭാവം മനസ്സിലായത്. അന്ന് സൂര്യ പറഞ്ഞതാ. പക്ഷെ സൂര്യ പറഞ്ഞ വാക്കുകളൊന്നും കേട്ടില്ല. ഇപ്പം അതൊക്കെ മനസ്സിലാക്കുന്നു. അവൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഈ ഗതികേട് വരില്ലെന്ന് പറഞ്ഞുകൊണ്ട് സുമംഗലാമ്മ എവിടെ നിന്ന് പൊട്ടിക്കരയണം. അപ്പോഴേക്കും ശോശാമ്മ ചേച്ചി വന്നിട്ട് ചോദിച്ചു, എന്താ സുമംഗലാമ്മേ, എന്ത് പറ്റിയെന്ന് ചോദിക്കണേ? ഒന്നുമില്ല, ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച്. അതെ, ഇവിടെ ഇരുന്നിങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ട ഒരു കാര്യമില്ല. മക്കൾക്കൊന്നും നമ്മളെ വേണ്ടെങ്കിൽ പിന്നെ നമ്മളിവിടെ ആയിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടോ കാര്യമുള്ളൂ. ഇവരോട് വാശി പിടിച്ചിട്ടോ ഫുഡ് കഴിക്കായിരുന്നിട്ടോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് അവരോട് എന്തെങ്കിലും പറഞ്ഞിട്ടോ കാര്യമില്ല. അവർക്ക് ദേഷ്യം കൂട്ടാനോ ഉപകരിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ തടി കേടാവുന്നല്ലാതെ വേറെ പ്രയോജനം ഉണ്ടാകുന്നില്ല. ഇവിടുത്തെ എന്തെങ്കിലും കിട്ടുന്ന ഫുഡൊക്കെ കഴിച്ച് ഇവിടെ അങ്ങോട്ട് കൂടാൻ നോക്ക്. ഇനി ശിഷ്ടജീവിതം ഇവിടെ തന്നെ ആയിക്കോട്ടെ. ഞാനൊക്കെ കണ്ടില്ലേ, ആരോടും ഒരു പരാതിയും പരിഭവങ്ങളും പറയാൻ പോകുന്നില്ല. നമ്മുടെ അവസ്ഥ ഇതായി, അതങ്ങനെ അതുമായിട്ടും കൂടെ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ നോക്കുക എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പം സുമംഗലാമ്മയ്ക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സുമംഗലാമ്മ വല്ലാത്ത വിഷമത്തിലായിരുന്നു. ആ സമയം അപർണ അടുക്കളയിലേക്ക് എല്ലുവാണ്. പ്രഭാവതി അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഇതെന്താ ഇതുവരെയായിട്ട് ഫുഡൊന്നും ആയില്ലെന്ന് ചോദിക്കുക. പ്രഭാവതി പറഞ്ഞ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ളൂ. എന്താ ഇത്ര താമസം? എനിക്ക് വിശക്കാൻ തുടങ്ങിയെന്ന് പറയാം. പ്രഭാവതി പറഞ്ഞ് എനിക്ക് 2 കൈയേ ഉള്ളൂ, നീ പറയുന്ന ഉടനെ എടുത്തു തരാൻ പറ്റില്ലെന്ന് പറയാണ്. പിന്നെ നിങ്ങൾക്ക് എന്താ ഇവിടെ പണി എന്ന് പ്രഭാവതിയോട് ചോദിക്കുകയാണ്. ഓഹോ, അപ്പം നീ ഇപ്പം ഭരണവും തുടങ്ങിയല്ലേ നിൽക്കും. പിന്നല്ലാതെ ഇവിടുന്ന് നിങ്ങൾ 4 നേരം വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് ഈ അടുക്കള കിടന്ന് ജോലി ചെയ്താൽ എന്താ കുഴപ്പം? ഇപ്പം ജോലി ചെയ്യുന്നതിൻ്റെ പ്രതികാരമായിട്ടാണ് നിങ്ങൾ ആഹാരമൊക്കെ താമസം ഉണ്ടാക്കണമെന്ന് ചോദിക്കുക. പ്രഭാവതി പറഞ്ഞാൽ അതുകൊണ്ടൊന്നുമല്ല, എന്നെ കൊണ്ട് പറ്റുന്ന പോലെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറയാം. ചെയ്യുന്നുണ്ട് പോലും. ദേ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടേ വെച്ചേക്കണം. ഇനി എന്നെ കൊണ്ട് അടുക്കളയിലേക്ക് വരുത്തിയേക്കില്ല. അങ്ങനെ വരുത്തിയിട്ടുണ്ടേ അറിയാലോ, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മായിമ്മയുടെ ഗതിയായിരിക്കും വരാൻ പോണേന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും അറിയാതെ പ്രഭാവതി കണ്ണ് നിറഞ്ഞൊഴുകുവാണ്. എന്ത് ചെയ്യാൻ പറ്റും? അനുസരിച്ചെല്ലാം മതിയാവുള്ളൂ. ഇവളുടെ ആട്ടും തൂപ്പും കെട്ട് കിടക്കാനായിരിക്കും തൻ്റെ വിധി. അല്ലെങ്കിൽ ഇവിടുന്ന് താൻ ഇറങ്ങി പോകേണ്ടതായിട്ട് വരും. പക്ഷേ തനിക്ക് സപ്പോർട്ടാരും ഒരു മക്കളും നിൽക്കില്ല. എന്തിനേറെ പറയുന്നു, അമ്മന് പോലും തനിക്ക് സപ്പോർട്ട് പറയില്ല. ആ ഒരു ചിന്തയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സങ്കടമായിപ്പോയി പ്രഭാവതിക്ക്. ഇനി മുന്നോട്ടുള്ള കാലം എങ്ങനെയില്ലെന്ന് കഴിച്ചു കൂട്ടിയേ മതിയാവുള്ളൂ. എത്ര കാലം ഇങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല. ഒരുപക്ഷെ അപർണ ഏത് നിമിഷവും തന്നെ ഇവിടെ നിറക്കി വിടും. അതൊക്കെ ഓർത്തപ്പം പ്രഭാവതിക്ക് വിഷമമായിരുന്നു. പിന്നീട് ജാനകിയുടെ കാത്തിരിപ്പിന് അവസാനമാവുകയാണ്. ജാനകിയുടെ അടുത്തേക്ക് സ്വാമിജി ഇങ്ങനെ വരുവാണ്. സ്വാമിജി വന്നിട്ട് ജാനകിയുടെ ആരാ എന്താന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേനും ജാനകി കാര്യം പറയുകയാണ്, ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. പിന്നീട് രാധാമണി വാരസരെ സ്വാമിജിക്ക് അറിയോ ഇങ്ങനെ ചോദിച്ചു കഴിയുമ്പോഴത്തേനും രാധാമണി വാരസരോ? അതെ, ഒരു ആഗ്നേയ സിസ്റ്റർ സ്വാമിജിയുടെ ഇങ്ങോട്ട് ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ, അവരിവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അല്ല, കുട്ടി ആരാ, എന്താ ഏതാന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ഞാൻ രാധാമണി വാരസരുടെ മോളാന്ന് പറയാണ്. ഇത് കേട്ടത് സ്വാമിജിയുടെ ഒരു ഞെട്ടലുണ്ടായി. രാധാമണി വാരസരുടെ മോളോ എന്ന് ചോദിക്കണം. അത് സ്വാമിജി, കുറെ കാലങ്ങളായിട്ട് ഞാൻ അമ്മയെ അന്വേഷിച്ച് നടക്കുക. പക്ഷെ അവരുടെ അടുത്തൊന്നും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഇവിടെ ഉണ്ടാവുന്നുള്ള ഒരു അവസാന പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ സ്വാമിജി പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, കുട്ടി വാ, ഞാൻ കാണിച്ചു തരാം. ഒരു പക്ഷേ കുട്ടി ഉദ്ദേശിക്കുന്ന ആളാണോ എന്നൊന്ന് നോക്കാൻ പറയണം. അല്ല, കുട്ടിക്ക് കണ്ടാൽ അറിയാമെന്ന് ചോദിക്കും. ഞാൻ മുമ്പ് കണ്ടൊരു ഫോട്ടോ കണ്ടുള്ളൊരു ഇതുണ്ട് എനിക്ക്, പക്ഷെ ഇപ്പം മാറ്റങ്ങളുണ്ടായി കാണുമല്ലോ എന്ന് പറയണം. കുട്ടി വരാൻ പറഞ്ഞങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. ജാനകിയുടെ ചങ്ക് പടവട ഇടിക്കാൻ തുടങ്ങി. തൻ്റെ അമ്മയാണോ അല്ലയോ എന്നൊരു ടെൻഷൻ മനസ്സിലേക്ക് വന്നു. അമ്മയായിരിക്കണേ എന്ന് പ്രാർത്ഥനയോട് കൂടി സ്വാമിജിയുടെ പുറകെ പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെ കാണുന്നത്. അപ്പോൾ എന്താണെങ്കിലും 2 ദിവസത്തിനുള്ളിൽ തന്നെ അമ്മയെ കണ്ടെത്തും. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അമ്മയെ കാണും ജാനകി. ആ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.